അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? തൂയരെ തൂയാവിയേ, തൂയരെ തൂയാവിയേ, വറ്റാത്ത ഉറവയെ തേനീലും മധുരമേ, വറ്റാത്ത ഉറവയെ തേനീലും മധുരമേ, എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ എന്നോടൊപ്പമായിരിക്കുന്ന നിങ്ങളെ ഏവരെയും ഈ പ്രഭാത ജാഗരണത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടതായ വിഷയം യോഗ്യമായ രീതിയിൽ എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം അതിൻ്റെ 11:27 ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ഒരാൾ തനിക്ക് ലഭിച്ച സ്ഥാനത്തിന് അനുസരിച്ച് വേണം പ്രവർത്തിക്കുവാൻ. തൻ്റെ ചിന്തയും പ്രവൃത്തിയും സംസാരവും എല്ലാം തനിക്ക് ലഭിച്ചതായ ആ വിദ്യാഭ്യാസത്തിന് അനുസരിച്ചായിരിക്കണം. അമേരിക്കയിലെ നാഷണൽ ഹോണർ സൊസൈറ്റിയുടെ മുദ്രാവാക്യവും ഇതുതന്നെയാണ്. സത്യസന്ധതയും വിശ്വസ്തതയും മര്യാദയും പോലുള്ളതായ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുകയും നല്ല ഒരു തലമുറയെ വാർത്തെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശലക്ഷ്യം. അവർ കണക്കാക്കുന്നത് ഒരു വിദ്യാർത്ഥിയുടെ നേതൃത്വ ഗുണങ്ങളാണ് അവർ പരിശോധിക്കുക. അതിൽ വിവിധ തരങ്ങളായ നല്ല സ്വഭാവങ്ങൾ അടങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ നല്ല സ്വഭാവങ്ങൾ അവർ പരിഗണിച്ച് കഴിയുമ്പോൾ ആ ഒരു വിദ്യാർത്ഥി ഭാവിയിൽ എപ്രകാരമായിരിക്കും എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് അവർ പല കാര്യങ്ങളിലും ഓരോ കുട്ടിക്കും അതിനു വേണ്ട ഓരോ സ്ഥാനത്തിനും വേണ്ട യോഗ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്താഴത്തിൽ പങ്കെടുക്കുവാനായിട്ട് നമ്മൾക്കും ചില യോഗ്യതകൾ വേണം എന്ന് ഉള്ളത്. യേശു ക്രിസ്തു തൻ്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്നവർക്ക് മാത്രമാണ് ഈ ശുശ്രൂഷ നൽകിയിരിക്കുന്നത്. അതിനാൽ ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന എല്ലാവർക്കുമായി ഈ സേവനം തുറന്നിരിക്കുന്നു. എന്നാൽ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ചില കാര്യങ്ങൾ കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, അയോഗ്യമായ രീതിയിൽ അത്താഴത്തിൽ പങ്കുചേരരുതെന്ന് അപ്പോസ്തലനായ പൗലോസ് നിർദ്ദേശിക്കുന്നു. ഒരുപക്ഷെ
അപ്രകാരം പൗലോസ് ചെയ്യുവാനായിട്ടുള്ള കാരണം കൊരിന്തിലെ സഭയിലെ അംഗങ്ങൾ അനുചിതമായ രീതിയിൽ കർത്താവിൻ്റെ അത്താഴത്തിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളത് കൊണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 11:28-29 വാക്യങ്ങൾ ഇപ്രകാരം അദ്ദേഹം വിശദീകരിക്കുന്നു: മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ അത്താഴത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് വിശ്വാസികൾ പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയുടെ ഉദ്ദേശത്തെ കുറിച്ച് ചിന്തിക്കുകയും സ്വന്തം ക്രിസ്തീയ അനുഭവം അവലോകനം ചെയ്യുകയും പാപങ്ങൾ ഏറ്റുപറയുകയും തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ ശ്രമിക്കുകയും വേണം. കർത്താവിൻ്റെ മരണത്തെ അനുസ്മരിപ്പിക്കുന്ന അപ്പവും മുന്തിരിച്ചാറും കഴിക്കാൻ നിങ്ങൾക്ക് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയോ ഉയർന്ന ധനസ്ഥിതിയോ സമൂഹത്തിലെ ഉന്നത സ്ഥാനമോ ഒന്നും ആവശ്യമില്ല. ഓരോ വ്യക്തിയും തൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയും മറ്റുള്ളവരെ വിധിക്കാൻ തിടുക്കം കാണിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. എല്ലാറ്റിനുമുപരി കള്ളനും വഞ്ചകനുമായ യൂദാസിനൊപ്പം യേശു സേവനത്തിൽ പങ്കെടുത്തു. തുറന്ന പാപം ഒരു വ്യക്തിയെ പങ്കെടുക്കുന്നതിൽ നിന്ന് അയോഗ്യനാക്കുന്നു. 1 ലേഖനം 5:11 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അങ്ങനെയുള്ളവനോട് കൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. ഓരോ വ്യക്തിയും ആത്മാർത്ഥമായി സ്വന്തം ഹൃദയം പരിശോധിച്ച് ക്രിസ്തുവിനോട് പ്രതിജ്ഞാബദ്ധരാകുമ്പോൾ നമ്മുടെ പാപങ്ങൾക്കുള്ള യേശുവിൻ്റെ മരണത്തെ പ്രതികരിക്കുന്ന പ്രതീകങ്ങൾ ആഴത്തിൽ അർത്ഥവത്താകുകയും നമ്മെ ഒരു സ്വർഗീയ സമൂഹത്തിലേക്ക് ഉയർത്തുന്ന അനുഗ്രഹം കൈവരികയും ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായ കാര്യം ഇപ്രകാരമാണ്: നമ്മൾ കർത്താവിൻ്റെ അത്താഴത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥനാപൂർവം അതിൽ തീരുമാനമെടുക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പ്രാർത്ഥനാപൂർവമായ ചിന്തയോടുകൂടെ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കിയതിന് ശേഷം ആയിരിക്കണം നമ്മൾ ഈ അത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങൾക്കേവർക്കും ഉണ്ടാകുവാനായിട്ട് സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളിൽ വാസം ചെയ്യുന്ന അടിയങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. ഈ മനോഹരമായ പ്രഭാതത്തിൽ അടിയങ്ങൾക്ക് നല്ല ഒരു ചിന്തയെ നൽകിയതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, അടിയങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ ആ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അടിയങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കിക്കൊണ്ട് അതിനുവേണ്ടി ക്രമീകരിച്ചുകൊണ്ടായിരിക്കുവാനായിട്ട് അടിയങ്ങളെ അവിടുന്ന് അനുവദിക്കുമാറാകണമെന്ന് യാചിക്കുന്നു. അടിയങ്ങളുടെ പാപചിന്തകൾ, അഹങ്കാരം, അസൂയ എന്നീ എല്ലാ ദോഷചിന്തകളെയും അടിയങ്ങളുടെ മനസ്സിൽ നിന്ന് അകറ്റി സ്നേഹസമ്പൂർണമായ ഒരു മനസ്സിന് ഉടമയാക്കിക്കൊണ്ട് അടിയങ്ങളെ ഓരോരുത്തരെയും ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് അനുവദിക്കുമാറാകണമെന്ന് യാചിക്കുന്നു. അടിയങ്ങൾക്ക് ഇങ്ങനെ ഒരു വചനം തന്നതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗം കേട്ടതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. സകലതും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയുടെ കേട്ട് ഉത്തരമാറാകണമേ. ആമേൻ.